നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ റിലേറ്റഡ് ലോകത്ത് കുറച്ച് അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മെയിൻലി എല്ലാവരും നോക്കി നിൽക്കുന്ന സെസ്കോ ഇസാക്ക് സാഗയാണ്. സെസ്കോ എങ്ങോട്ട് പോവും, സെസ്കോനെ എങ്ങനെയും ആർബി ലൈപ്സിക്ക് ന്യൂകാസിലിന് കൊടുത്താലേ ഞങ്ങൾക്ക് ഇസാക്കിനെ കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെയാണ് ലിവർപൂൾ ഫാൻസ് ഒക്കെ നിൽക്കുന്നത്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം പറയാം. സോ ഇന്നലത്തെ ഞാനാണെങ്കിൽ കാര്യം ഒന്ന് പറഞ്ഞാണ്, പക്ഷെ എന്നാലും ഒന്നുകൂടെ ഇന്നലത്തെ അപ്ഡേറ്റുകൾ വെച്ച് പറയാം. സോ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ആർബി ലൈപ്സിക്കിന്റെ കയ്യിലാണ് ഇപ്പം കളി. കാരണം അവർക്ക് മനസ്സിലായി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂകാസലിനിടയിലും സീരിയസ് ഇൻട്രസ്റ്റ് ഈ പ്ലെയറിന് വേണ്ടിയുണ്ട്. മെയിൻലി ന്യൂകാസൽ യുണൈറ്റഡിന് ഈ ഡീല് കയ്യിൽ നിന്ന് കളയാൻ പറ്റത്തില്ല. കാരണം ഇസാക്കിനെ വിൽക്കണമെങ്കിൽ അവർക്ക് ഒരു റീപ്ലേസ്മെന്റ് വന്നതിന് ശേഷം വിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇസാക്ക് സെയിൽ നടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പൈസ ഉണ്ടെന്നറിയാം, ക്ലബ്ബുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യും, പിന്നെ ഫാൻസിന്റെ ഫ്രണ്ടിലും ഭയങ്കര വിഷയവും. സോ അവർ നോക്കിക്കൊണ്ടിരുന്ന റീപ്ലേസ്മെന്റ്സിനെ പലരും എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. സോ സെസ്കോയാണ് അവരുടെ ഡ്രീം ടാർഗറ്റ്. സെസ്കോയുടെ ഫ്രണ്ടിൽ നല്ലൊരു ഓഫർ അവർ വിട്ടെന്നും കേൾക്കുന്നുണ്ട്. 72 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജ്, ടോട്ടൽ പാക്കേജ് പ്രപ്പോസൽ ഓൾറെഡി ആർബി ലൈപ്സിക്കിന്റെ ഫ്രണ്ടിൽ അവർ വെർബലി വിട്ടു എന്നുള്ള രീതിയിൽ ന്യൂസ് പരക്കുന്നുണ്ട്. സോ ഇതിനിടയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പം ഡീൽ എൻട്രായി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയറുമായിട്ട് ടോക്സ് നടത്തി. ആൻഡ് പ്ലറ്റംബർഗിന്റെ ഒക്കെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രപ്പോസലിൽ സെസ്കോയ്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. മേ ബി കുറച്ചുകൂടെ ചാവി യുണൈറ്റഡിലോട്ട് ഉണ്ടോ എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ മീഡിയ തള്ളിവിടുന്നതായിരിക്കും, നമുക്കറിയത്തില്ല. ഇതുവരെ സെസ്കോ ഡിസിഷൻ എടുത്തിട്ടില്ല. സോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആർബി ലൈപ്സിക്ക് ആളുടെ പ്രൈസ് നൈസായിട്ട് കൂട്ടിയെന്നാണ് റിപ്പോർട്ട് വരുന്നത്. സോ ചില റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ സ്കൈ സ്പോർട്സ് ആണ് റിപ്പോർട്ട് ചെയ്ത് 79 മില്യൺ പൗണ്ട്സ് ഉണ്ടല്ലോ ഹ്യൂഗോ എക്കിറ്റിക്കയ്ക്ക് വേണ്ടി ഫിക്സഡ് ആയിട്ട് കൊടുത്ത ആ ഒരു എമൗണ്ട്, അഥവാ ടോട്ടൽ പാക്കേജ് കൊടുത്തത് നമ്മുടെ ലിവർപൂൾ. സോ ആ ഒരു പ്രൈസ് തങ്ങൾക്ക് വേണം. സോ ഒരു ജെന്റിൽമെൻസ് അഗ്രിമെന്റ് പ്രകാരം 75 മില്യൺ യൂറോസിന് താഴെ, അതായത് ഏകദേശം ഒരു 65 മില്യൺ പൗണ്ട് കാര്യം ഉണ്ടാകുന്ന ഓർത്തെടുത്തു. ഇപ്പൊ 79 മില്യൺ പൗണ്ട്സ് തങ്ങൾക്ക് വേണമെന്നാണ് ആർബി ലൈപ്സിക്കിന്റെ ഡിമാൻഡ് എന്നുള്ള രീതിയിൽ സ്കൈ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ പിന്നീട് വന്നിട്ടാണെങ്കിൽ ഇപ്പം പ്ലറ്റംബർഗിന്റെ ഒക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 80 മില്യൺ യൂറോസിന്റെ ഒരു പാക്കേജ് അല്ല, അതിൽ കൂടുതൽ ഇപ്പം ലൈപ്സിക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ന്യൂകാസിലും യുണൈറ്റഡിനും ഇടയിൽ ചെറിയൊരു ബിഡിംഗ് വാർ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു. സോ ഒരു ലിവർപൂൾ ഫാൻസിന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന്, ലിവർപൂളിന് സത്യം പറഞ്ഞാൽ ഇപ്പം ന്യൂകാസിലിന് എങ്ങനെയൊരു ഒരു റീപ്ലേസ്മെന്റ് കിട്ടാനായിട്ടായിരിക്കണം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഇപ്പം ന്യൂകാസിൽ ഫാൻസിനേക്കാളും കൂടുതൽ ലിവർപൂൾ ആയിരിക്കണം. കാരണം ന്യൂകാസിലിന് ഒരു റീപ്ലേസ്മെന്റ് കിട്ടിയാലേ ഇസാക്ക് ഡീൽ സ്മൂത്ത്ലി പോത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നെങ്കിൽ ഡിലേ ചെയ്യും അവർ, അല്ലെങ്കിൽ ഇനി റീപ്ലേസ്മെന്റ് കിട്ടിയില്ല ഞങ്ങൾ നഷ്ടം സഹിച്ച് ഞങ്ങൾ പിടിച്ചു നിർത്തുക എന്നുള്ള ഡിസിഷൻ വല്ല എടുക്കുകയാണ്, അതും തലവേദനയാവും. സോ ഇസാക്കിന് 138 മില്യൺ യൂറോസിന്റെ ഒരു പ്രപ്പോസൽ, ടോട്ടൽ പാക്കേജ് പ്രപ്പോസൽ 120 മില്യൺ പൗണ്ട്സോളം വരുന്ന ഒരു പ്രപ്പോസൽ, വെർബൽ പ്രപ്പോസൽ ഉടനെ വിടാൻ പോവുകയാണെന്നും ഈ ആഴ്ച മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട് ന്യൂകാസിലും ലിവർപൂളിനും ഇടയിൽ. സോ അതെന്തായാലും ഡണ്ണാക്കാൻ സാധ്യത കുറവാണ്. ബട്ട് 150 മില്യൺ പൗണ്ട്സിന് ഇങ്ങേപ്പുറം കാര്യം ഡണ്ണാക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ലിവർപൂൾ എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. സോ ലിവർപൂൾ റോഡ്രിഗോ ലിങ്സും ഇപ്പം കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ്രിഗോ ആയിട്ട് ടോട്ടനാം ടോക്സ് നടക്കുന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. സോ റോഡ്രിഗോ ഇതൊരു ഒഫീഷ്യൽ ഡിസിഷൻ എടുത്തിട്ടില്ല. ബട്ട് ടോട്ടനാമും ലിവർപൂളും റോഡ്രിഗോ സിറ്റുവേഷനിൽ അവെയർ ആണെന്നുള്ള രീതി വാർത്തകൾ വരുന്നുണ്ട്. സോ റോഡ്രിഗോ നോ പറയുവാണേലും ഓൾട്ടർനേറ്റീവ്സിനെ ലിവർപൂൾ കണ്ടുവച്ചിട്ടുണ്ടെന്നും വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. എന്നാൽ ഇസാക്ക് ഡീലിലാണ് ഇപ്പം ഫുൾ പ്രയോറിറ്റി ലിവർപൂൾ കൊടുക്കുന്നത്. സോ ഇസാക്ക് ഡീൽ ടൺ ആയതിനു ശേഷം മേ ബി റോഡ്രിഗോ ഡീലിലോട്ട് എൻ്റർ ആയേക്കാം. ലെറ്റ്സ് സീ. ആൻഡ് റോഡ്രിഗോ പ്രിഫർ ചെയ്യുന്നത് ഏത് ക്ലബ്ബാണെന്ന് എക്സാക്ട്ലി റിപ്പോർട്ടുകൾ വരുന്നില്ല. പക്ഷേ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ലിവർപൂൾ ആണോ ടോട്ടനാം ആണോ? ബട്ട് എനിക്കൊരു ഫീൽ ഇപ്പോഴും ചിലപ്പം പുള്ളി അയാളിൽ തന്നെ നിൽക്കാൻ ഡിസിഷൻ എടുക്കുമെന്നാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇതാണ് ഇപ്പം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതുപോലെ തന്നെയാണ് നിക്കോളാസ് ജാക്സന്റെ കാര്യമാണെന്ന് പറയണം. സോ മാറ്റിലോ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിയൂകാസിൽ യുണൈറ്റഡ് നിക്കോളാസ് ജാക്സന്റെ സിറ്റുവേഷൻ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്ന്. ടോക്സ് ഓൾറെഡി പ്ലെയറിന്റെ ഏജന്റായിട്ട് നടത്തി എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്തെങ്കിലും കാരണം വെച്ചാൽ സെസ്കോ ഡീൽ കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ്സിനെ അവർക്ക് വേണമല്ലോ. സോ നിക്കോളാസ് ജാക്സണിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ നിക്കോളാസ് ജാക്സനെ നമുക്കറിയാം ചെൽസി മാർക്കറ്റിൽ വെച്ചിട്ടുണ്ടെന്ന് മാറ്റിലോ ഉൾപ്പെടെയുള്ളവരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 80 മില്യൺ പൗണ്ട്സ് ആണ് ആൾക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ന്യൂകാസൽ യുണൈറ്റഡ് വാല്യൂ ചെയ്യുന്ന 65 മില്യൺ പൗണ്ട്സിനാണെന്നുള്ള രീതിയിൽ റിലയബിൾ സോഴ്സിൽ നല്ല റിപ്പോർട്ടുകൾ ഇങ്ങനെ വരുന്നുണ്ട്. സോ 80 മില്യൺ പൗണ്ട്സ് ആണ് ചെൽസിയുടെ ഡിമാൻഡ്. അത് മീറ്റ് ചെയ്യാനായിട്ട് 80 മില്യൺ പൗണ്ട്സ് മീറ്റ് ചെയ്യാനായിട്ട് ന്യൂകാസൽ റെഡി ആവുമെന്ന് അറിയത്തില്ല. ഈ സെസ്കോ ഡീൽ കയ്യിൽ നിന്ന് പോയാൽ നോക്കുവാണെങ്കിൽ സെസ്കോയിലും എക്സ്പെൻസീവ് ആവും അങ്ങനെ നോക്കുവാണെങ്കിൽ. സോ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്ന് പറയുക? നിക്കോളാസ് ജാക്സനെ ചെൽസി വിൽക്കുവോ ന്യൂകാസൽ യുണൈറ്റഡിലോട്ട്? അതുപോലെ തന്നെ മാർക്ക് കുക്കറയുടെ കാര്യത്തിൽ മാറ്റിലോ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെൽസി വിൽക്കത്തില്ല എന്നുള്ള ഒരു സ്റ്റാൻസിലാണ്. സോ അൽ നാസർ കുക്കറയ്ക്ക് വേണ്ടി ഒരു ബിഡ് വിട്ടു എന്നുള്ള രീതിയിൽ ന്യൂസ് പരക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഒഫീഷ്യൽ ബിഡ് വിട്ടിട്ടില്ല എന്നാണ് ഫാബ്രിസോ റൊമാനോ എന്ന് പറയുന്നത്. പക്ഷെ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് ന്യൂസുകൾ പരക്കുന്നുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം മാറ്റിലോ വന്നിട്ടുള്ള കൺഫേം ആക്കിയിരിക്കുന്നത്. ചെൽസി കുക്കറേനെ വിൽക്കാനായിട്ട് യാതൊരു പ്ലാനും ഇല്ല. ജോറൽ ഹാറ്റോ ഡീലിൽ ഇപ്പം ചെൽസി പ്രോഗ്രസ് ചെയ്യാണ്. കുക്കറെ ചെൽസി തന്നെ നിൽക്കും, ഒരു സെയിൽ പ്ലാനും ഇല്ല. ആൻഡ് ഹാറ്റോനെ 35 മില്യൺ പൗണ്ട്സിന്റെ ഒരു പാക്കേജിന് കൺഫേം ആക്കാനായിട്ട് നോക്കുവാണ് ചെൽസി എന്നാണ് മാറ്റിലോ റിപ്പോർട്ട് ചെയ്തത്.
പക്ഷെ അപ്പുറത്ത് അയാക്സ് 55 to 60 മില്യൺ യൂറോസ്, ഏകദേശം ഒരു 48 മില്യൺ പൗണ്ട്സിന് അടുത്തുള്ള ഒരു എമൗണ്ട് ആണ് ഡിമാൻഡ് ചെയ്യുന്നുള്ള രീതിയിൽ, 50 മില്യൺ പൗണ്ടിന് അടുത്താണ് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. സോ ചെൽസിയുടെ വാല്യൂഷൻ 35 മില്യൺ പൗണ്ട്സ് ആണെന്നും കേൾക്കുന്നു, അതായത് 44 മില്യൺ യൂറോസിന് അടുത്ത്. സോ ലെറ്റ്സ് കാര്യങ്ങൾ അങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ ചാവി സിമൻസ് ഡീലും സീരിയസ്ലി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. ഈ ഹാറ്റോ ഡീലിന് ശേഷം മേ ബി ചാവി സിമൻസ് ഡീൽ ഫൈനലൈസ് ചെയ്യുമെന്ന് കേൾക്കുന്നു. സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റ്സിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഗ്രാനിറ്റ് സാക്കയുടെ കാര്യത്തിലാണ്. ഗ്രാനിറ്റ് സാക്ക ടു സണ്ടർലാൻഡ് ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. 13 മില്യൺ പൗണ്ട്സ് ഫിക്സഡ് പ്ലസ് 4 മില്യൺ പൗണ്ട്സ് ആഡ് ഓൺസിന്റെ പാക്കേജിനാണ് ഗ്രാനിറ്റ് സാക്ക വരിക സണ്ടർലാൻഡിൽ. ആൻഡ് സണ്ടർലാൻഡിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഹയസ്റ്റ് പെയ്ഡ് പ്ലെയർ ആവും സാലറി വൈസ് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം വരുന്നത്. അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണ് ന്യൂകാസിൽ യുണൈറ്റഡ് ആറോൺ റാംസ്ഡെയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ നമുക്കറിയാം ന്യൂകാസിൽ യുണൈറ്റഡിന്റെ റഡാറിലുണ്ടായിരുന്ന ഗോൾ കീപ്പർ ആയിരുന്നു ട്രാഫോർഡ്. സോ ട്രാഫോർഡിനെ മാഞ്ചസ്റ്റർ സിറ്റി എടുത്തുകൊണ്ട് പോയി. അവർക്ക് ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആ ഡീൽ റണ്ണാക്കാൻ സാധിച്ചില്ല. സോ ഇപ്പം ആറോൺ റാംസ്ഡെയിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റുകൾ പോകാനായിട്ടാണ് ടെലിഗ്രാഫിന്റെ റിപ്പോർട്ട് പ്രകാരം അഡാമ ട്രയോറയിൽ നോട്ടിംഗം ഫോറസ്റ്റ് ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അതുപോലെ തന്നെ മോർട്ടൻ ഹുൽമുണ്ടിന്റെ കാര്യത്തിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ മോർട്ടൻ ഹുൽമുണ്ടിൽ നമുക്കറിയാം ഇന്റർ മിലാനും റോമയും ഇൻട്രസ്റ്റ് കാണിക്കുന്നതായിട്ട് വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പം ഗസറ്റ ഡെല്ല സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് യുവന്റസ് സീരിയസ്ലി കൺസിഡർ ചെയ്യണം ആ ഒരു ഡീൽ എന്നുള്ള രീതിയിലാണ്. 60 മില്യൺ യൂറോസിന് താഴെ കൊടുക്കത്തില്ല എന്നാണ് ആ സ്പോർട്ടിങ്ങിന്റെ ഇൻഫർമേഷൻ എന്നാണ് ഗസറ്റ ഡെല്ല സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ്സ് സീ ഡഗ്ലസ് ലൂയിസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിങ്ക്സ് വീണ്ടും കാണുന്നുണ്ട്. സോ ഡഗ്ലസ് ലൂയിസിനെ സെയിൽ നടക്കുകയാണെങ്കിൽ അവർ മിക്കവാറും ഹുൽമണ്ടിയിൽ സീരിയസ്ലി നോക്കുന്ന രീതിയിൽ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാബിയോ സിൽവ നമുക്കറിയാം, ഫാബിയോ സിൽവ ഫ്രാങ്ക്ഫുട്ടും അതുപോലെ തന്നെ RB ലൈപ്സിഗും എക്കിറ്റിക്കയോ ഓൾറെഡി പോയി. സെസ്കോ ആണെങ്കിൽ ഓൾറെഡി പോകാനായിട്ട് നിൽക്കുവാണ്, ക്ലബ്ബ് വിടാനായിട്ട് നിൽക്കുവാണ്. സോ സെസ്കോയുടെയോ എക്കിറ്റിക്കയുടെയോ റീപ്ലേസ്മെന്റ് ആയിട്ട് ഫാബിയോ സിൽവേനെ ഈ രണ്ട് ക്ലബ്ബുകളും നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. റുഡി ഗല്ലറ്റിയാണ് ആ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ യാൻ വിർജിൽ, ബാർസലോണയുടെ വിങ്ങറായ യാൻ വിർജിൽ, ബാർസ അത്ലറ്റിക് പ്ലെയർ ആണ്, ഹൈലി ബാർസലോണ റേറ്റ് ചെയ്യുന്ന പ്ലെയർ ആണ്. സോ താരത്തിനെ പ്രീ സീസൺ ടൂറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ താരമാണെങ്കിൽ വൺ ഓഫ് ദ റീസൺ ഉൾപ്പെടുത്താത്തതിന്റെ റീസൺ ആയിട്ട് കേൾക്കുന്നത് താരത്തിന് ക്ലബ്ബ് വിടാനായിട്ടുള്ള ഇൻട്രസ്റ്റ് അങ്ങോട്ട് ക്ലബിനെ അറിയിച്ചു എന്നാണ്. ബാർസലോണ കുറച്ച് സർപ്രൈസ്ഡ് ആയിരുന്നു താരത്തിന് ക്ലബ്ബ് വിടണോ എന്നുള്ള റിക്വസ്റ്റിൽ. മെയിൻ റീസൺ 4th ഡിവിഷനിൽ ബാർസ അത്ലറ്റിയോടൊപ്പം കളിക്കാനായിട്ട് താല്പര്യമില്ല എന്നാണ് ആള് പറഞ്ഞത്. സോ ബാർസലോണ ആളെ പ്രൊമോട്ട് ചെയ്യും ഇൻ ഫ്യൂച്ചർ എന്നൊക്കെയുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷെ ഇപ്പം പ്ലെയർ അങ്ങനെ ഒരു റിക്വസ്റ്റ് ഇട്ട സ്ഥിതിക്ക് ബാർസലോണ താരത്തിനെ വിൽക്കാൻ റെഡിയാണ്. പക്ഷേ 4 മില്യൺ യൂറോസ് ഫിക്സറും പിന്നെ 50% ഫ്യൂച്ചർ സെല്ലോൺ ക്ലോസും ഈ ഒരു പ്രപ്പോസലുമായിട്ട് ഏത് ക്ലബ്ബ് വന്നാലും തങ്ങൾ സെല്ല് ചെയ്യാമെന്നാണ് ബാർസയുടെ ഡിമാൻഡ് എന്ന് കേൾക്കുന്നു. സോ മയോർക്ക ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നു. സോ അങ്ങനെ ഒരു പ്രപ്പോസൽ അവർ വിടുപോകുമെന്ന് നമുക്ക് കണ്ടു നോക്കാം. സോ അവിടെ അടുത്ത അപ്ഡേറ്റോട് പോകാനാണെങ്കിൽ ഫാബ്രിസിയോയുടെ റിപ്പോർട്ട് പ്രകാരം എൻസോ മിലറ്റിനെ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് പേഴ്സണൽ ടൈംസ് എല്ലാം അഗ്രി ചെയ്തു. ഇപ്പൊ ക്ലബ് ടു ക്ലബ് ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റുട്ട്ഗാർട്ടും അത്ലറ്റിക്കോ മാഡ്രിഡിനും ഇടയിൽ. 23 വയസ്സായ ഫ്രഞ്ച് മിഡ്ഫീൽഡറിന് 23 മില്യൺ യൂറോസിന്റെ റിലീസ് ക്ലോസ് ഉണ്ട്. അതിന് താഴെ ഒരു ഡീലാണ് അത്ലറ്റിക്കോ ഇപ്പം ഡണ്ണാക്കാരായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഗ്രേറ്റ് സൈനിങ് ഫ്രം അത്ലറ്റിക്കോ മാഡ്രിഡ്. അതുപോലെ ഡാൻ എൻഡോയെ ടു നോട്ടിംഗം ഫോറസ്റ്റ് ഹിയർ വി ഗോ വന്നിട്ടുണ്ട്. 40 മില്യൺ യൂറോസ് ഫിക്സഡ് പ്ലസ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജിനാണ് ഡീല് ഡണ്ണാക്കിയിരിക്കുന്നത്. സോ ബോളോഗ്നയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. നാപ്പോളി ഡീൽ ഹൈജാക്ക് ചെയ്യാൻ നോക്കിയിരുന്നു. പക്ഷേ നാപ്പോളിയുടെ 9 മില്യൺ യൂറോസ് ഈ വർഷവും അടുത്ത സീസണിൽ 26 മില്യൺ യൂറോസും ഒബ്ലിഗേഷനായിട്ട് ബൈ ചെയ്തോളാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രപ്പോസലായിരുന്നു. അത് ബൊളോഗ്ന റിജക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇഗാർ പാക്സിയോനെ ഒളിമ്പിക് മാർസ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഫെയ്നൂഡിന്റെ വിങ്ങറാണ്. സോ താരത്തിന് വേണ്ടി ലീഡ്സ് യുണൈറ്റഡ് സീരിയസ്ലി മാർക്കറ്റിലുണ്ടായിരുന്നു, പല പ്രപ്പോസൽസും വിട്ടിരുന്നു. പക്ഷെ മാർസെ തനിക്ക് മതി എന്നായിരുന്നു ഇഗോർ പാക്സിയോയുടെ ഡിമാൻഡ്. സോ അങ്ങനെ ഇഗോർ പാക്സിയോയുടെ ഡിമാൻഡ് പ്രകാരം മാർസയോട് സൈൻ ചെയ്യായിരുന്നു. ലീഡ്സ് മാർസെ ഓഫർ ചെയ്ത പ്രൈസ് മാച്ച് ചെയ്തിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ബട്ട് താരത്തിന് മാർസയിലായിരുന്നു താല്പര്യം. സോ ഇഗോർ പാക്സിയോ ടു മാർസെ ഹിയർ വിഗോ. സറഗോസ സെൽട്ട വിഗോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ലോൺ വിത്ത് ആൻ ഒബ്ലിഗേഷൻ ടു ബൈ ഫോർ 13 മില്യൺ യൂറോസ്. സോ ബയൺ മ്യൂണിക്കിന് 13 മില്യൺ ഒബ്ലിഗേഷൻ ആവുക. സെൽട്ട വിഗോ ലീഗിലെ ഇന്ന പൊസിഷനിൽ ഫിനിഷ് ചെയ്താൽ മാത്രമേ ആ ഒബ്ലിഗേഷൻ ഡൺ ആവേണ്ടതുള്ളൂ എന്ന് റിപ്പോർട്ടുണ്ട്. സോ ഏതാണ് ആ പൊസിഷൻ എന്നുള്ള കാര്യം അറിയത്തില്ല. ബട്ട് ഇഫ് യു ആർ എ ബാർസലോണ ഫാൻ, സറഗോസ, ബോർഗ ഇഗ്ലീഷ്യസ്, ഇയോഗോ ആസ്പാസ്, ഇതാണ് നെക്സ്റ്റ് സീസൺ സെൽട്ടയുടെ ഫ്രണ്ട് 3. സോ വേറെ ഏത് അറ്റാക്കിംഗ് 3 ആണെന്നും ബാർസ പിന്നെയും പിടിച്ച് ഇവന്മാർ 3 ബാർസയ്ക്ക് അഗേൻസ്റ്റ് വരുമ്പോൾ പെർഫോമൻസ് അറിയാലോ. സോ ബാർസ വേഴ്സസ് സെൽട്ട വിഗോ ഈ ഒരു ഫ്രണ്ട് 3 എങ്ങനെ പോകും നമുക്ക് നോക്കാം. സറഗോസ, ഇയോഗോ ആസ്പാസ് ആൻഡ് ബോർഗ ഇഗ്ലീഷ്യസ് സെന്റർ ഫോർവേഡ്. അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ
സിമിയോ കൊട്ടീനോ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് അൽ നാസറിന്റെ അപ്പോയിന്റഡ് ആയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിട്ടുണ്ട് ഈ കാര്യം. സോ ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. സോ ഇതൊക്കെയാണ് ട്രാൻസ്ഫർ ലോകത്ത് നടക്കുന്ന വാർത്തകളും വിശേഷങ്ങളും. നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.